ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ചോദ്യം 1. യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാം? ചുങ്കക്കാരും പാപികളും. 2. യേശുവിൻ്റെ അരികിൽ ചുങ്കക്കാരും പാപികളും വരുന്നത് കണ്ട് പിറുപിറുത്തത് ആര്? ഫരിസേയരും നിയമജ്ഞരും. 3. ഫരിസേയരും നിയമജ്ഞരും യേശുവിനെപ്പറ്റി പറഞ്ഞതെന്ത്? ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. 4. പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തതാര്? യേശു. 5. പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് ഫരിസേയരും നിയമജ്ഞരും പിറുപിറുക്കുന്നത് കേട്ട് യേശു പറഞ്ഞ ഉപമ ഏത്? കാണാതായ ആടിൻ്റെ ഉപമ. 6. നിങ്ങളിലാരാണ് തനിക്ക് എത്ര ആടുകളുണ്ടായിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഉപമ ആരംഭിക്കുന്നത്? 100 ആടുകൾ. 7. കാണാതായ ആടിൻ്റെ ഉപമയിൽ തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യില്ലേ എന്നാണ് യേശുവിൻ്റെ ചോദ്യം. 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്. 8. 99നെ എവിടെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ട ഒരാടിനെ അന്വേഷിക്കുന്നത്? മരുഭൂമിയിൽ. 9. അന്വേഷിച്ച് ആടിനെ കണ്ടുകിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സന്തോഷിച്ച് തോളിലേറ്റുന്നു. 10. നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ അവൻ ആരെയെല്ലാമാണ് വിളിച്ചു കൂട്ടുന്നത്? കൂട്ടുകാരെയും അയൽവാസികളെയും. 11. അയൽവാസികളെയും കൂട്ടുകാരെയും വിളിച്ചുകൂട്ടി അവരോട് പറയുന്നത് എന്ത്? നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. 12. തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്ന ഉപമയോട് ചേർത്ത് യേശു പറഞ്ഞ മറ്റൊരു ഉപമ ഏത്? അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ചുള്ള ഉപമ. 13. 99 നീതിമാന്മാരേക്കാൾ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ആരെക്കുറിച്ചാണ്? അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. 14. എത്ര നീതിമാന്മാരെക്കുറിച്ചാണ് യേശു പറഞ്ഞത്? 99. 15. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെയാണ് സന്തോഷമുണ്ടാകുന്നത്? സ്വർഗത്തിൽ. 16. കാണാതായ ആടിൻ്റെ ഉപമയ്ക്ക് ശേഷം യേശു പറഞ്ഞ ഉപമ ഏത്? കാണാതായ നാണയത്തിൻ്റെ ഉപമ. 17. 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് അന്വേഷിക്കുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആര്? ഒരു സ്ത്രീ. 18. നഷ്ടപ്പെട്ട ഒരു നാണയം സ്ത്രീ അന്വേഷിക്കുന്നത് എങ്ങനെ? വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി. 19. വിളക്ക് കൊളുത്തി വീടടിച്ചുവാരി നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടുവോളം സ്ത്രീ എങ്ങനെ അന്വേഷിക്കുന്നു? ഉത്സാഹത്തോടെ. 20. നാണയം തിരിച്ചു കിട്ടുമ്പോൾ അവൾ ആരെയെല്ലാം വിളിച്ചാണ് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത്? കൂട്ടുകാരെയും അയൽവാസികളെയും. 21. കൂട്ടുകാരോടും അയൽവാസികളോടും സ്ത്രീ പറയുന്നത് എന്ത്? എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടു കിട്ടിയിരിക്കുന്നു. 22. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിലാണ് സന്തോഷമുണ്ടാകുന്നത്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. 23. യേശു 15-ാം അധ്യായത്തിൽ 3-ാമതായി പറഞ്ഞ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമ. 24. ധൂർത്തപുത്രൻ്റെ ഉപമ യേശു പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെ? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. 25. 2 പുത്രന്മാരിൽ ഇളയവൻ പിതാവിനോട് പറഞ്ഞത് എന്ത്? പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. 26. പിതാവ് തൻ്റെ സ്വത്ത് 2 പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുത്തതിന് ശേഷം ഏറെ താമസിയാതെ ഇളയ മകൻ ചെയ്തത് എന്ത്?
എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. 27 ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ ജീവിച്ചത് എങ്ങനെ? ധൂർത്തനായി. 28 ദൂരദേശത്തേക്ക് പോയി ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞത് ആര്? ഇളയപുത്രൻ. 29 ഇളയപുത്രൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് എന്തുണ്ടായി എന്നാണ് 15:14 രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഠിനക്ഷാമം. 30 കഠിനക്ഷാമം മൂലം ഇളയ മകൻ അനുഭവിച്ചതെന്ത്? കഠിനക്ഷാമം മൂലം അവൻ ഞെരുക്കത്തിലായി. 31 ഇളയ മകൻ തൻ്റെ സ്വത്തെല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആരുടെ അരികിലാണ് അഭയം തേടിയത്? ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത്. 32 ആ പൗരൻ അവനെ വയലിലേക്ക് അയച്ചത് എന്തിന്? പന്നികളെ മേയ്ക്കാൻ. 33 അവൻ വയറ് നിറയ്ക്കാൻ ആശിച്ചു. എന്ത് തിന്നുകൊണ്ട്? പന്നി തിന്നിരുന്ന തവിടുകൊണ്ട്. 34 അപ്പോൾ അവന് സുബോധമുണ്ടായി. എപ്പോൾ? പന്നി തിന്നിരുന്ന തവിട് പോലും വിശപ്പടക്കാൻ കിട്ടാതായപ്പോൾ. 35 അവന് സുബോധമുണ്ടായപ്പോൾ അവൻ പറഞ്ഞതെന്ത്? എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. 36 17-ാം വചനമനുസരിച്ച് അവന് എന്തുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സുബോധമുണ്ടായി എന്ന്. 37 ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ആരുടെ വാക്കുകളാണിത്? 2 പുത്രന്മാരിൽ ഇളയവൻ്റേത്. 38 ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു എന്ന് ഇളയ മകൻ്റെ എവിടെ നിന്നുള്ള സ്വരമാണ്? പന്നിക്കൂട്ടിൽ നിന്ന്. 39 സുബോധമുണ്ടായപ്പോൾ ഇളയപുത്രൻ പറഞ്ഞതെന്ത്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. 40 പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ എന്തു പറയും എന്നാണ് ഇളയപുത്രൻ പറഞ്ഞത്? പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. 41 ആർക്കെല്ലാം എതിരായാണ് ഇളയപുത്രൻ പാപം ചെയ്തത്? സ്വർഗത്തിനെതിരായും പിതാവിൻ്റെ മുമ്പിലും. 42 സ്വർഗത്തിനെതിരായും പിതാവിൻ്റെ മുമ്പിലും പാപം ചെയ്തതുകൊണ്ട് എന്തിന് യോഗ്യതയില്ല നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ? 43 ആരായിട്ട് എന്നെ സ്വീകരിച്ചാൽ മതിയെന്നാണ് ഇളയപുത്രൻ പിതാവിനോട് അപേക്ഷിക്കുന്നത്? നിന്റെ ദാസരിൽ ഒരുവനായി. 44 പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. അധ്യായം, വാക്യം എഴുതുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 45 പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന മകനെ എവിടെ വച്ച് തന്നെ പിതാവ് കണ്ടുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൂരെ വച്ച് തന്നെ. 46 ഇളയ മകൻ പിതാവിൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട് പിതാവ് ചെയ്തതെന്ത്? പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. 47 കെട്ടിപ്പിടിച്ച് ചുംബിച്ച തൻ്റെ പിതാവിനോട് മകൻ പറഞ്ഞതെന്ത്? പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഈ വചനഭാഗം മനഃപ്പാഠമാക്കാവുന്നതാണ്. 48 ആരെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ലെന്നാണ് മകൻ പിതാവിനോട് പറഞ്ഞത്? നിന്റെ പുത്രൻ എന്ന്. 49 മകൻ്റെ ക്ഷമാപണത്തിന് പിതാവ് മകനോട് ചെയ്തത് എന്ത്? ഉടൻ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ എന്ന് ദാസന്മാരോട് കൽപ്പിച്ചു. 50 എന്തെല്ലാമാണ് പിതാവ് പുത്രന് നൽകി സ്വീകരിച്ചത്? വസ്ത്രം, മോതിരം, ചെരുപ്പ്. 51 നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാൻ എന്തിനെ കൊണ്ടുവന്ന് കൊല്ലാനാണ് ദാസരോട് പിതാവ് കൽപ്പിച്ചത്? കൊഴുത്ത കാളക്കുട്ടിയെ. 52 കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ആഹ്ലാദിച്ച് സന്തുഷ്ടരാകാം എന്ന് പിതാവ് പറയാൻ കാരണം? എൻ്റെ മകൻ മൃതനായിരുന്നു,
അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടു കിട്ടിയിരിക്കുന്നു. 53. ഇളയ മകൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മൂത്ത മകൻ എവിടെയായിരുന്നു? വയലിൽ. 54. മൂത്ത മകൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് കേട്ടത് എന്തെല്ലാം? സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. 55. മൂത്ത മകൻ സംഗീതത്തിൻ്റെയും നൃത്തച്ചുവടുകളുടെയും ശബ്ദം കേട്ട കാര്യം തിരക്കിയത് ആരെ വിളിച്ചാണ്? ഒരു വേലക്കാരനെ. 56. വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞതെന്ത്? നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. 57. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നത് എങ്ങനെയെന്നാണ് വേലക്കാരൻ പറഞ്ഞത്? സസുഖം. 58. നിന്റെ സഹോദരൻ സസുഖം തിരിച്ചു വന്നതുകൊണ്ട് പിതാവ് എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞത്? നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. 59. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്ന് വേലക്കാരൻ പറഞ്ഞപ്പോൾ മൂത്ത മകൻ്റെ പ്രതികരണം എന്തായിരുന്നു? അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. 60. കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ച മൂത്ത മകൻ്റെ അരികിലേക്ക് വന്ന് പിതാവ് പറഞ്ഞതെന്ത്? സാന്ത്വനങ്ങൾ. 61. സാന്ത്വനങ്ങൾ പറഞ്ഞ പിതാവിനോട് മൂത്ത മകൻ പറഞ്ഞ മറുപടി: നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. 62. എത്ര വർഷമായി ഞാൻ നിനക്ക് എന്തു ചെയ്യുന്നു എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത്? ദാസ്യവേല. 63. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. ആര് ആരോട് പറഞ്ഞു? മൂത്ത മകൻ പിതാവിനോട്. 64. കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ പിതാവ് മൂത്ത മകന് എന്തു കൊടുത്തില്ല എന്നാണ് പരാതി പറഞ്ഞത്? ഒരു ആട്ടിൻകുട്ടിയെപ്പോലും. 65. ആരോട് ചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ചു എന്നാണ് പിതാവിനോട് ഇളയ മകനെക്കുറിച്ച് മൂത്ത മകൻ പരാതി പറഞ്ഞത്? വേശ്യകളോട്. 66. വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് മൂത്ത മകൻ ചോദിക്കുന്നത്? കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു എന്ന്. 67. മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ആര് ആരോട് പറഞ്ഞു? പിതാവ് മൂത്ത മകനോട്. 68. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പിതാവ് മൂത്ത മകനോട് പറഞ്ഞത്? നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. 69. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്ന് പിതാവ് പറയാൻ കാരണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. 70. പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. നിന്റെ ഈ സഹോദരൻ ഡാഷ് അവനിപ്പോൾ ജീവിക്കുന്നു ഡാഷ് ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു.